ഹായ് ഫ്രണ്ട്സ്, എവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് കമ്പനി ബോർഡ് LGSന്റെ 32ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ഹിമാലയൻ നദികളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഉപദ്വീപീയ നദികളെ കുറിച്ചാണ്. അപ്പോൾ ഇന്നലത്തെ ക്ലാസ് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഉപദ്വീപീയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഉപദ്വീപീയ നദികൾ എന്നറിയപ്പെടുന്നു. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗം നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഉപദ്വീപീയ നദികളിൽ ഭൂരിഭാഗം നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഇവയിൽ ഭൂരിഭാഗവും മഴയെ മാത്രം ആശ്രയിച്ച് ഒഴുകുന്നവയാണ്. ഇവയിൽ ഭൂരിഭാഗവും മഴയെ മാത്രം ആശ്രയിച്ച് ഒഴുകുന്നവയാണ്. ഉപദ്വീപീയ നദികളുടെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചായതിനാൽ വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും. ഉപദ്വീപീയ നദികളുടെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചായതിനാൽ വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും. പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവയൊക്കെയാണ് പ്രധാന ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. അതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികളാണ് നർമ്മദയും താപ്തിയും. അതുപോലെ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികളാണ് ഏതൊക്കെ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. നർമ്മദ, താപ്തി നദികളുടെ പതന സ്ഥാനം എവിടെയാണ്? അറബിക്കടലിലാണ്. നർമ്മദ, താപ്തി നദികളുടെ പതന സ്ഥാനം എവിടെയാണ്? അറബിക്കടലിലാണ്. അതുപോലെ ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. മിക്ക ഉപദ്വീപീയ നദികളും വെള്ളച്ചാട്ടം സാധാരണമാണ്. നദികളിലും വെള്ളച്ചാട്ടം സാധാരണമാണ്. മിക്ക ഉപദ്വീപീയൻ നദികളിലും വെള്ളച്ചാട്ടം സാധാരണമാണ്. ഉപദ്വീപീയ നദികളിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ജോഗ് ഫാൾസ് ആണ്. ഉപദ്വീപീയൻ നദികളിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് എവിടെയാണ്? കർണാടക സംസ്ഥാനത്തെ ജോഗ് ഫാൾസിലാണ്. ജോഗ് ഫാൾസ് വെള്ളച്ചാട്ടത്തിന്റെ ഉയരം എത്രയാണ്? 225 മീറ്ററാണ്. വാട്ടർഫാൾസിന്റെ ഉയരം എത്രയാണ്? 225 മീറ്ററാണ്. ജോഗ് ഫാൾസ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ശരാവതി നദിയിലാണ്. ജോഗ് വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്തെ ശരാവതി നദിയിലാണ്. അപ്പോൾ നമുക്ക് ഉപദ്വീപീയൻ നദികളിൽ ആദ്യത്തെ നദിയെക്കുറിച്ച് പരിചയപ്പെടാം. നർമ്മദയാണ്. നർമ്മദ നദിയുടെ ഉത്ഭവം എവിടെയാണ്? മൈക്കല പർവ്വത നിരകളിലെ അമർഖണ്ഡ് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ചരിവിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. മൈക്കല പർവ്വത നിരകളുടെ അമർഖണ്ഡ് പീഠഭൂമിയുടെ പടിഞ്ഞാറൻ ചരിവിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ അമർഖണ്ഡ് പീഠഭൂമിയിൽ നിന്നാണ് നർമ്മദ നദിയുടെ ഉത്ഭവം. നർമ്മദ നദിയുടെ നീളം എത്രയാണ്? 1312 കിലോമീറ്റർ ആണ്. നർമ്മദ നദിയുടെ നീളം എത്രയാണ്? 1312 കിലോമീറ്റർ ആണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ഏത്? നർമ്മദ നദി. വടക്ക് വിന്ധ്യ പർവ്വതത്തിനും തെക്ക് സാത്പുര പർവ്വതത്തിനും ഇടയിലുള്ള ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? നർമ്മദ നദി. വടക്ക് വിന്ധ്യ പർവ്വതത്തിനും തെക്ക് സാത്പുര പർവ്വതത്തിനും ഇടയിലുള്ള ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? നർമ്മദ നദി. അതുപോലെ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ഏത്? നർമ്മദ നദി. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് നർമ്മദ നദി.
പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ഇത് നർമ്മദ നദി. പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് ഇത് നർമ്മദ നദി. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഇത് നർമ്മദ നദി. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ നദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ 3-ാം സ്ഥാനത്തുള്ള നദിയാണ് നർമ്മദ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ 3-ാം സ്ഥാനത്തുള്ള നദിയാണ് ഏത് നർമ്മദ നദി. നർമ്മദ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. നർമ്മദ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. അതുപോലെ നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? താവ, ബെഞ്ചാർ, ഷേർ, ഹിരൺ. നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികൾ താവ, ബെഞ്ചാർ, ഷേർ, ഹിരൺ. അതുപോലെ നർമ്മദ നദിയുടെ നീളം കൂടിയ പോഷക നദി ഏതാണ്? താവയാണ്. നർമ്മദ നദിയുടെ നീളം കൂടിയ പോഷക നദി ഏതാണ്? താവയാണ്. നർമ്മദ നദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഹോഷങ്കാബാദ്, ജബൽപൂര്, ഓംകാരേശ്വർ, അതുപോലെ മാണ്ഡല. ഏതൊക്കെയാണ് നർമ്മദ നദീതീരത്തെ പട്ടണങ്ങൾ? ഏതൊക്കെയാണ്? ഹോഷങ്കാബാദ്, ജബൽപൂര്, ഓംകാരേശ്വർ, അതുപോലെ മാണ്ഡല. വിന്ധ്യ സാത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ് ഏത് നർമ്മദ നദി. വിന്ധ്യ സാത്പുര നിരകളിലൂടെ ഒഴുകുന്ന ഉപദ്വീപീയ നദിയാണ് നർമ്മദ നദി. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദിയാണ് നർമ്മദ നദി. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദിയാണ് ഇത് നർമ്മദ നദി. നർമ്മദ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സന്തോഷം നൽകുന്നത് എന്നാണ്. നർമ്മദ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സന്തോഷം നൽകുന്നത് എന്നാണ്. മാർബിൾ ശിലയിൽ മനോഹരമായ ഗിരികന്ധര താഴ്വരകൾ സൃഷ്ടിക്കുന്ന നദിയാണ് നർമ്മദ. മാർബിൾ ശിലയിൽ മനോഹരമായ ഗിരികന്ധര താഴ്വരകൾ സൃഷ്ടിക്കുന്ന നദിയാണ് നർമ്മദ. ജബൽപൂരിനടുത്ത് നർമ്മദ നദി സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടമാണ് ദുവാന്തർ. ജബൽപൂരിനടുത്ത് നർമ്മദ നദി സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടം ഏതാണ്? ദുവാന്തർ എന്ന് പറയുന്ന വെള്ളച്ചാട്ടമാണ്. നർമ്മദ നദിയുടെ പതനം എവിടെയാണ്? അറബിക്കടലിലാണ്. നർമ്മദ നദിയുടെ പതനം എവിടെയാണ്? അറബിക്കടലിലാണ്. നർമ്മദ നദിയുടെ വൃഷ്ടി പ്രദേശത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ്? 98,796 ചതുരശ്ര കിലോമീറ്റർ ആണ്. നർമ്മദ നദിയുടെ വൃഷ്ടി പ്രദേശത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ്? 98,796 ചതുരശ്ര കിലോമീറ്റർ ആണ്. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഡാം ഏതാണ്? സർദാർ സരോവർ ഡാമാണ്. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഡാം ഏതാണ്? സർദാർ സരോവർ ഡാമാണ്. അതുപോലെ നർമ്മദ നദീ സംരക്ഷണ ദൗത്യം അറിയപ്പെടുന്ന പേരെന്താണ്? നമാമി ദേവി നർമ്മദ. നമാമി ദേവി നർമ്മദ എന്നാണ്. നർമ്മദ നദീ സംരക്ഷണ ദൗത്യം അറിയപ്പെടുന്ന പേരെന്താണ്? നമാമി ദേവി നർമ്മദ. അതുപോലെ ഡെക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഇത് നർമ്മദ. ഡെക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത് നർമ്മദ. പിന്നെന്താണ്? മധ്യപ്രദേശത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. നർമ്മദ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് നർമ്മദ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ട നദിയാണ് നർമ്മദ. അതുപോലെ നർമ്മദ നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ സ്ഥാപിതമായതെന്നാണ്? 1969 ഒക്ടോബർ 6-നാണ്. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ സ്ഥാപിതമായത് 1969 ഒക്ടോബർ 6-നാണ്. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രിബ്യൂണലിന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രിബ്യൂണലിന്റെ ആദ്യ ചെയർമാനാണ് ജസ്റ്റിസ് വി രാമസ്വാമി. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ
സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ ആ ഒരു സംഘടനയുടെ നേതാവാണ് ആര്? മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടനയുടെ നേതാവ് ആരാണ്? മേധാ പട്കർ ആണ്. മേധാ പട്കർ രൂപീകരിച്ച പാർട്ടിയുടെ പേരെന്താണ്? പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്നാണ്. മേധാ പട്കർ രൂപീകരിച്ച പാർട്ടിയുടെ പേരെന്താണ്? പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്നാണ്. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതടം ഏതാണ്? നർമ്മദ നദീതടമാണ്. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതടമാണ് നർമ്മദ നദീതടം. റുഡ്യാർഡ് കിപ്ലിംഗിന്റെ ദി ജിംഗിൾ ബുക്കിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? കൻഹ ദേശീയോദ്യാനമാണ്. റുഡ്യാർഡ് കിപ്ലിംഗിന്റെ ദി ജിംഗിൾ ബുക്കിൽ പരാമർശിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? കൻഹ ദേശീയോദ്യാനമാണ്. നർമ്മദ അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശം എവിടെയാണ്? ഗൾഫ് ഓഫ് കമ്പാട്ടാണ്. നർമ്മദ അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശമാണ് ഗൾഫ് ഓഫ് കമ്പാട്ട്. അടുത്തത് താപ്തി നദിയെക്കുറിച്ചാണ്. താപ്തി നദിയുടെ ഉത്ഭവം എവിടെയാണ്? സാത്പുര നിരയിലെ മുൾട്ടായി റിസർവ് വനത്തിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. സാത്പുര നിരയിലെ മുൾട്ടായി റിസർവ് വനത്തിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. താപ്തി നദിയുടെ നീളം എത്രയാണ്? 724 കിലോമീറ്റർ ആണ്. താപ്തി നദിയുടെ നീളം എത്രയാണ്? 724 കിലോമീറ്റർ ആണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് താപ്തി നദി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് താപ്തി നദി. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി നദി. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ് താപ്തി നദി. താപ്തി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണമാണ് സൂററ്റ്. താപ്തി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം ഏതാണ്? സൂററ്റാണ്. താപി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് താപ്തി. താപി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് താപ്തി. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദിയാണ് താപ്തി നദി. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദിയാണ് താപ്തി നദി. നർമ്മദ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി. നർമ്മദ നദിക്കും ഗോദാവരി നദിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്തി നദി. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? ഒന്ന് ഉക്കായിയും 2 കാക്രപ്പാറയും. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് ഉക്കായി, അതുപോലെ കാക്രപ്പാറ. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് ഏതാണ്? ഉക്കായി അണക്കെട്ട്, ഉക്കായി ഡാമാണ്. താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ഏത്? ഉക്കായി ഡാം. അതുപോലെ താപ്തി നദിയുടെ പതനം അറബിക്കടലിലാണ്. താപ്തി നദിയുടെ ആകെ വിസ്തൃതി എത്രയാണ്? 65,145 ചതുരശ്ര കിലോമീറ്റർ ആണ്. താപ്തി നദീതീരത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ്? 65,145 ചതുരശ്ര കിലോമീറ്റർ ആണ്. താപ്തി നദീതടത്തിന്റെ 79% സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയിലാണ്. താപ്തി നദീതടത്തിന്റെ 79% സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയിലാണ്. അടുത്തത് മഹാനദിയെ കുറിച്ചാണ്. മഹാനദിയുടെ ഉത്ഭവം അമർഖണ്ഡ് കൊടുമുടിയിലാണ്. ഛത്തീസ്ഗഡിലെ അമർഖണ്ഡ് കൊടുമുടിയിലാണ് മഹാനദിയുടെ ഉത്ഭവം. മഹാനദിയുടെ നീളം എത്രയാണ്? 857 കിലോമീറ്റർ ആണ്. മഹാനദിയുടെ നീളം എത്രയാണ്? 757 കിലോമീറ്റർ ആണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ഇത് മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. മഹാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. മഹാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. മഹാനദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഷിയോനാഥ്, ഇബ്, ടെല്ല്, ഇബ്. ഷിയോനാഥ്, ടെല്ല്, ഇബ്. മഹാനദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഷിയോനാഥ്, അതുപോലെ ടെല്ല്, ഇബ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഏതാണ്? ഷിയോനാഥാണ്. മഹാനദിയുടെ തീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? സാമ്പൽപൂറും അതുപോലെ കട്ടക്കും. മഹാനദിയുടെ തീരത്തെ
പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? സാമ്പൽപൂർ, കട്ടക്ക്. മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ട് ഏതാണ്? ഹിരാക്കുട്ട് അണക്കെട്ടാണ്. മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ട് ഏതാണ്? ഹിരാക്കുട്ട് അണക്കെട്ടാണ്. പാരാദ്വീപ് തുറമുഖം മഹാനദിയുടെ തീരത്താണ്. പാരാദ്വീപ് തുറമുഖം എവിടെയാണ്? മഹാനദിയുടെ തീരത്താണ്. അതുപോലെ മഹാനദിയുടെ കൂടുതൽ ഭാഗവും ഒഴുകുന്നത് ഒഡീഷയിലൂടെയാണ്. മഹാനദിയുടെ കൂടുതൽ ഭാഗവും ഒഴുകുന്നത് ഒഡീഷയിലൂടെയാണ്. ഒഡീഷയിലൂടെ ഒഴുകിയതിന് ശേഷം മഹാനദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഒഡീഷയിലൂടെ ഒഴുകിയതിന് ശേഷം മഹാനദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. മഹാനദിയുടെ വൃഷ്ടി പ്രദേശത്തിന്റെ ആകെ വിസ്തൃതി എത്രയാണ്? 1.42 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. മഹാനദിയുടെ വൃഷ്ടി പ്രദേശത്തിന്റെ ആകെ വിസ്തൃതി 1.42 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. മഹാനദിയുടെ തീരത്തിന്റെ 53% വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശും ഛത്തീസ്ഗഡും. മഹാനദിയുടെ നദീതടത്തിന്റെ 53% വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. മഹാനദിയുടെ നദീതടത്തിന്റെ 47% വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. മഹാനദിയുടെ നദീതടത്തിന്റെ 47% വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. അടുത്തത് കൃഷ്ണനദിയെ കുറിച്ചാണ്. കൃഷ്ണനദിയുടെ ഉത്ഭവം എവിടെയാണ്? സഹ്യാദ്രിയിലെ മഹാബലേശ്വർ കുന്നിലാണ്. മഹാരാഷ്ട്രയിലെ സഹ്യാദ്രിയിലെ മഹാബലേശ്വർ കുന്നിലാണ് കൃഷ്ണനദിയുടെ ഉത്ഭവം. 1400 കിലോമീറ്റർ ആണ് കൃഷ്ണനദിയുടെ നീളം എന്ന് പറയുന്നത്. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയൻ നദിയാണ് ഇത്, കൃഷ്ണനദി. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയൻ നദിയാണ് കൃഷ്ണനദി. അതുപോലെ പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അതുപോലെ അർദ്ധഗംഗ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണനദി. പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അതുപോലെ അർദ്ധഗംഗ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ഏത്? കൃഷ്ണനദി. അതുപോലെ ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് കാവേരിയാണ്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് കാവേരിയാണ്. അപ്പം പാതാളഗംഗ, തെലുങ്ക് ഗംഗ, അർദ്ധഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണിത് കൃഷ്ണനദി. കൃഷ്ണനദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി. കൃഷ്ണനദിയിൽ നിന്ന് ചെന്നൈ നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് തെലുങ്ക് ഗംഗ പദ്ധതി. കൃഷ്ണനദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഗൗഡപ്രഭ, മാലപ്രഭ, പാഞ്ച്ഗംഗ, മുസി. കൃഷ്ണനദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഗൗഡപ്രഭ, മാലപ്രഭ, പാഞ്ച്ഗംഗ, മുസി. കൃഷ്ണനദിയുടെ പ്രധാന പോഷക നദികളാണ് തുംഗഭദ്ര, കൊയ്ന, ഭീമ, ഗൗഡപ്രഭ, മാലപ്രഭ, പാഞ്ച്ഗംഗ, മുസി. അതുപോലെ കൃഷ്ണനദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? നാഗാർജുന സാഗറും അതുപോലെ അൽമാട്ടി അണക്കെട്ടും. കൃഷ്ണനദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകളാണ് ഏത്? നാഗാർജുന സാഗർ, അതുപോലെ അൽമാട്ടി അണക്കെട്ടും. കൃഷ്ണനദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണമാണ് വിജയവാഡ. കൃഷ്ണനദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണമാണ് വിജയവാഡ. കൃഷ്ണനദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശാണ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. കൃഷ്ണനദി ഒഴുകുന്ന പ്രദേശങ്ങൾ, സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാനദി, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ രണ്ടാമത്തെ വലിയ നദിയാണ് ഏത്? കൃഷ്ണനദി. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ രണ്ടാമത്തെ വലിയ നദിയാണ് കൃഷ്ണനദി. ഇതിന്റെ പതനം ബംഗാൾ ഉൾക്കടലിലാണ്. കൃഷ്ണനദിയുടെ പതനം എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. കൃഷ്ണനദിയുടെ വൃഷ്ടി പ്രദേശത്തിന്റെ 27% മഹാരാഷ്ട്രയിലും 44% കർണാടകത്തിലും 29% ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിലുമാണ്. കൃഷ്ണനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. അടുത്തത് കാവേരി നദി. കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ് കാവേരി നദിയുടെ ഉത്ഭവം. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ്. കാവേരി നദിയുടെ നീളം എത്രയാണ്? 800 കിലോമീറ്റർ ആണ്. കാവേരി നദിയുടെ നീളം 800 കിലോമീറ്റർ ആണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി.
ഇന്ത്യയിലെ ആദ്യ ഡാമായ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരി നദിയാണ്. ഇന്ത്യയിലെ ആദ്യ ഡാമായ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരി നദിയാണ്. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് ഏത്? ഹൊഗനക്കൽ. കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് ഹൊഗനക്കൽ. കാവേരി നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, മേട്ടൂർ. കാവേരി നദീതീരത്തെ പ്രധാന പട്ടണങ്ങളാണ് ശ്രീരംഗപട്ടണം, തഞ്ചാവൂർ, ഈറോഡ്, മേട്ടൂർ. ഇന്ത്യയുടെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരിയാണ്. ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. ഇന്ത്യയുടെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ ശിവസമുദ്രം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കാവേരി നദിയാണ്. കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കർണാടകം. കാവേരി നദീജല പ്രശ്നം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാടും കർണാടകയും. കാവേരി നദീജല തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി കാവേരി നദീജല തർക്ക പരിഹാര ട്രിബ്യൂണൽ സ്ഥാപിച്ചത് എന്നാണ്? 1990-ലാണ്. കാവേരി നദീജല തർക്ക പരിഹരിക്കുന്നതിന് വേണ്ടി കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ നിലവിൽ വന്ന വർഷം 1990-ലാണ്. കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഹരംഗി, ഭവാനി, കബനി, ലക്ഷ്മണ തീർത്ഥം, അർക്കാവതി, പാമ്പാറ്, അമരാവതി. കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് ഏതൊക്കെ? ഹരംഗി, ഭവാനി, കബനി, ലക്ഷ്മണ തീർത്ഥം, അർക്കാവതി, പാമ്പാറ്, അമരാവതി. ബാംഗ്ലൂർ നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരി നദിയുടെ പോഷക നദിയാണ് അർക്കാവതി. ബാംഗ്ലൂരു നഗരത്തിന് കുടിവെള്ളം ലഭ്യമാക്കുന്ന കാവേരി നദിയുടെ പോഷക നദിയാണ് അർക്കാവതി. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഭവാനി, പാമ്പാറ്, കബനി. കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭവാനി, പാമ്പാറ്, കബനി. കർണാടകയിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് കൃഷ്ണരാജസാഗർ. കർണാടകയിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാം ഏതാണ്? കൃഷ്ണരാജസാഗർ ഡാമാണ്. കാവേരി നദീതടത്തിന്റെ ആകെ വിസ്തൃതി 81,155 ചതുരശ്ര കിലോമീറ്ററാണ്. 81,155 ചതുരശ്ര കിലോമീറ്ററാണ്. അടുത്തത് ഗോദാവരിയെക്കുറിച്ചാണ്. ഗോദാവരി നദിയുടെ ഉത്ഭവം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകളിലാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയംബക് കുന്നുകളിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ഗോദാവരി നദിയുടെ നീളം എത്രയാണ്? 1465 കിലോമീറ്ററാണ്. ഗോദാവരി നദിയുടെ നീളം 1465 കിലോമീറ്ററാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ആണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയും ഏതാണ്? ഗോദാവരിയാണ്. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയും ഏതാണ്? ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് ഏത്? ഗോദാവരി. അപ്പം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയും ഏതാണ്? ഗോദാവരിയാണ്. അതുപോലെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദിയും ഏതാണ്? ഗോദാവരിയാണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയും ഏതാണ്? ഗോദാവരിയാണ്. അതുപോലെ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരിയാണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദീവ്യൂഹവും ഏതാണ്? ഗോദാവരിയാണ്. അപ്പോൾ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരിയാണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദീവ്യൂഹം എന്നറിയപ്പെടുന്നതും ഗോദാവരിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി, അതുപോലെ ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി എന്നൊക്കെ പറയുന്നത് ഗോദാവരിയാണ്. ഗോദാവരിയുടെ പതനം ബംഗാൾ ഉൾക്കടലിലാണ്. ഗോദാവരിയുടെ പതനം ബംഗാൾ ഉൾക്കടലിലാണ്. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികൾ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികൾ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്. ഗോദാവരി നദിയുടെ
വൃഷ്ടിപ്രദേശത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ്? 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഗോദാവരി നദിയുടെ വൃഷ്ടിപ്രദേശത്തിൻ്റെ ആകെ വിസ്തൃതി 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികളാണ് അടുത്തത്. ഏതൊക്കെയാണ് ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികൾ? ഒന്ന് പൂർണ്ണ, പിന്നെ ഏതാണ്? ഇന്ദ്രാവതി, മഞ്ജീര, ശബരി, പ്രാൺഹിത, അതുപോലെ പെൻഗംഗ. അപ്പം ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? പൂർണ്ണ, ഇന്ദ്രാവതി, മഞ്ജീര, ശബരി, പ്രാൺഹിത, പെൻഗംഗ. അതുപോലെ ഗോദാവരി നദീതീരത്തെ പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? നാസിക്, അതുപോലെ നിസാമാബാദ്, ത്രയംബകേശ്വർ, രാജമുദ്രി, അതുപോലെ എന്താണ്? ഭദ്രാചലം. ഗോദാവരി നദീതീര പട്ടണങ്ങൾ ഏതൊക്കെയാണ്? നാസിക്, നിസാമാബാദ്, ത്രയംബകേശ്വർ, അതുപോലെ രാജമുന്ദ്രി, അതുപോലെ എന്താണ്? ഭദ്രാചലം. അപ്പോൾ ഇത്രയുമാണ് ഉപദ്വീപീയ നദികൾ. ഏതൊക്കെയാണ്? 6 ഉപദ്വീപീയ നദികളാണ്. ഒന്ന് നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഇത്രയും നദികളാണ് 6 ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. എല്ലാ ചോദ്യങ്ങളും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ PSC ഈ ഭാഗത്ത് നിന്ന് എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ചോദ്യങ്ങളും ഈ ഒരു ഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ചെറു നദികളെക്കുറിച്ചാണ്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അറബിക്കടലിലേക്ക് ഒഴുകുന്ന മിക്ക നദികളും താരതമ്യേന ചെറിയ നദിയാണ്. അറബിക്കടലിലേക്ക് ഒഴുകുന്ന മിക്ക നദികളും താരതമ്യേന ചെറുതാണ്. അതുപോലെ കാളിന്തി നദിയുടെ പതനം എവിടെയാണ്? കാർവാർ ഉൾക്കടലിലാണ്. കാളിന്തി നദിയുടെ പതനം എവിടെയാണ്? കാർവാർ ഉൾക്കടലിലാണ്. അതുപോലെ ത്രയംബക കുന്നുകളിൽ 670 മീറ്റർ ഉയരത്തിൽ നിന്ന് ആരംഭിക്കുന്ന നദിയാണ് വൈതർണ എന്ന് പറയുന്ന നദി. ത്രയംബക കുന്നുകളിൽ 670 മീറ്റർ ഉയരത്തിൽ നിന്ന് ആരംഭിക്കുന്ന നദിയാണ് വൈതർണ നദി എന്ന് പറയുന്നത്. കർണാടകയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരു പ്രധാന നദിയാണ് ശരാവതി. കർണാടകയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരു പ്രധാന നദിയാണ് ശരാവതി. അതുപോലെ ബേഡ്തി നദി ഒഴുകുന്ന ആകെ ദൂരം എത്രയാണ്? 161 കിലോമീറ്ററാണ്. ബേഡ്തി നദി ഒഴുകുന്ന ആകെ ദൂരം എത്രയാണ്? 161 കിലോമീറ്ററാണ്. അതുപോലെ ജെറുസോപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി എവിടെയാണ്? ശരാവതി നദിയിലാണ്. ജെറുസോപ്പ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ശരാവതി നദിയാണ്. അടുത്ത ലൂണി നദിയെക്കുറിച്ചൊന്ന് പഠിക്കാം. ലൂണി നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? ആരവല്ലി കുന്നുകളിലാണ്. രാജസ്ഥാനിലെ ആരവല്ലി കുന്നുകളിലാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത്. ലൂണി നദി ഉത്ഭവ സ്ഥാനത്ത് അറിയപ്പെടുന്ന പേരെന്താണ്? സാഗർമതി എന്നാണ്. സാഗർമതി എന്നാണ് ലൂണി നദി ഉത്ഭവ സ്ഥാനത്ത് അറിയപ്പെടുന്ന പേര്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ലൂണി നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത, ഇതൊക്കെ PYQ ആണ്, കരബന്ധിത നദിയാണ് ലൂണി നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ലൂണി നദി. സാൾട്ട് റിവർ, ലവണവാരി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. സാൾട്ട് റിവർ, ലവണവാരി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. അതുപോലെ പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകി എത്തുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. അപ്പോൾ ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ലൂണി നദി. പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകി എത്തുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. ആരവല്ലിക്ക് പടിഞ്ഞാറായുള്ള രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ലൂണി നദി. ആരവല്ലിക്ക് പടിഞ്ഞാറായുള്ള രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹം ഏതാണ്? ലൂണി നദിയാണ്. മഴക്കാലത്ത് മാത്രം നീരൊഴുക്കുള്ള നദീവ്യൂഹമാണ് ലൂണി നദി. മഴക്കാലത്ത് മാത്രം നീരൊഴുക്കുള്ള നദീവ്യൂഹമാണ് ലൂണി നദി. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഒരു സബ്ജക്റ്റിൽ A to Z കാര്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിന് വേണ്ടി എവിടെയും നിങ്ങൾ പോകേണ്ടതില്ല. ഫുൾ കാര്യങ്ങൾ, ഫുൾ ഡീറ്റെയിൽസ്, ഒരു നദിയെക്കുറിച്ച് പറയുമ്പോൾ ആ നദിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ചെയ്യാറുണ്ട്.
ഒന്നുപോലും വിട്ടുപോകാറില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എന്ത് ചെയ്യുക, ചാനൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഇന്നലെ ചെയ്ത ഹിമാലയൻ നദികളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതും കാണുക. പിന്നെ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതുവരെ ചെയ്ത 1 മുതൽ 32 പാർട്ടായി. ഈ 32 പാർട്ടുകളും അവിടെയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ തുടക്കം മുതൽ കണ്ടുവരിക. അപ്പോൾ ഏവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ. നോട്ടിഫിക്കേഷൻ വരാറായി. നാളെ കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുറച്ച് ദിവസം കൊണ്ട് സിലബസും കംപ്ലീറ്റ് ചെയ്ത് റിവിഷനും കഴിഞ്ഞ് ഒരുപാട് മോക്ക് ടെസ്റ്റും കഴിഞ്ഞ് ഒരു 3-4 വട്ടം റിവിഷനും കഴിഞ്ഞ് ഒക്കെ സെറ്റാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ പഠിത്തത്തിൻ്റെ സ്പീഡ് ഒന്നുകൂടെ കൂട്ടുക. ഓക്കെ.